നമസ്കാരം. ചില വ്യക്തികൾക്ക് തങ്ങളുടെ പ്രവൃത്തിയാൽ വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. ആ കാര്യങ്ങൾ അല്പം കൂടി ശ്രദ്ധിച്ച് ചെയ്യുകയാണ് എങ്കിൽ അത്തരമൊരു സാഹചര്യം അവർക്ക് ഉണ്ടാകുന്നതുമല്ല. എന്നാൽ പലപ്പോഴും പലർക്കും തങ്ങളുടെ തെറ്റുകളാൽ പലവിധ നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നവരാകുന്നു. അത്തരത്തിൽ ഭരണി നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങൾ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ അവരുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഭാവിയിൽ വന്നു ചേരാൻ പോകുന്നതായ പ്രശ്നങ്ങളാണ് എങ്കിൽ പോലും അത് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഭരണി നക്ഷത്രക്കാർ മുന്നോട്ട് പോകുന്നത് അവരുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാരെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭരണി നക്ഷത്രക്കാർക്ക് തിരിച്ചടി നൽകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിൽ ആദ്യത്തേതായ കാര്യം, അപവാദം കേൾക്കുവാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലാകുന്നു. ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും അപവാദങ്ങൾ ഇവർക്ക് കേൾക്കുകയും അത് ഇവരുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങളായി മാറും. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, ഏത് കാര്യമാണ് എങ്കിലും ചിന്തിച്ച് മാത്രം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷകരമായി ഭവിക്കും. അപവാദങ്ങൾ ജീവിതത്തിൽ കേൾക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ സംസാര ശൈലി അഥവാ സംസാരം. ദേഷ്യത്താൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ചിന്തിക്കാതെ പറഞ്ഞു പോകുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും. അതിനാൽ സംസാരവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സംസാരവും പ്രവൃത്തിയും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ പല ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും എന്തിനും കുറ്റം കണ്ടുപിടിക്കുന്നതായ ഒരു പ്രവണത നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പലവിധ അവസരങ്ങൾ ജീവിതത്തിൽ സൗഭാഗ്യമോ ഉയർച്ചയ്ക്കോ കാരണമായി തീരാവുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അവസരങ്ങൾ നഷ്ടമാകും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങളോടും ആസക്തി ഉള്ളവരാണ് ഇവർ. ഒരു കാര്യത്തിൽ ഭ്രമിച്ചാൽ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാത്തതായ അവസ്ഥ ഇവർക്കുണ്ട്. അതിനാൽ തന്നെ ആ കാര്യത്തിനു വേണ്ടി പരിശ്രമിക്കുകയും അത് നടക്കാത്ത കാര്യമാണ് എങ്കിൽ പോലും ആസക്തിയാൽ ആ കാര്യങ്ങൾക്കായി ശ്രമിച്ച് പരാജയം നിങ്ങളുടെ വിലപ്പെട്ട സമയം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഇത്തരത്തിലുള്ള ആസക്തി നിങ്ങളുടെ ജീവിതത്തിൽ പല നഷ്ടങ്ങൾക്കും കാരണമായി തീരാം. അതിൽ ഒന്ന് തന്നെയാണ് സ്നേഹിച്ചവർ, നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ, അവർ നിങ്ങളിൽ നിന്നും അകന്ന് പോകുന്നതായ സാഹചര്യം. ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾക്കും തിരിച്ചടികൾക്കും കാരണമായി തീരുകയും ചെയ്യും. അതിനാൽ ഇത്തരം കാര്യങ്ങളിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പലരും നിങ്ങളെ ജീവിതത്തിൽ പല സമയങ്ങളിലും സഹായിച്ചിട്ടുണ്ടാകും. ആ സഹായങ്ങൾ നിങ്ങൾ ആ സമയം ഓർക്കും എങ്കിൽ പോലും മനഃപൂർവമല്ലാതെ തന്നെ ഭാവിയിൽ മറന്നു പോകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് നിങ്ങൾക്ക് പിന്നീട് ദുഃഖിക്കുവാൻ ഇടവരുന്നതായ സാഹചര്യമാകുന്നു, കാരണമായി തീരും. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങളാൽ പോലും നിങ്ങൾക്ക് വിഷമം നേരിട്ടു എന്ന് വരാം. അതിനാൽ സഹായിക്കുന്ന ആരെയും ഒരിക്കലും നിങ്ങൾ മറക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിൽ സഹായിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമായ കാര്യമാകുന്നു. ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. കഠിനമായ പ്രയത്നങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാകുന്നു. അഥവാ നിങ്ങൾ അത്തരത്തിലുള്ള പ്രയത്നങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. എന്നാൽ ഇത്തരത്തിൽ കഠിനമായ പ്രയത്നം ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തനിക്ക് അനുകൂലമാകുമോ
തനിക്ക് ആവശ്യമുള്ള കാര്യമാണോ എന്ന വ്യക്തമായ ചിന്ത നിങ്ങളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന ലാഭം നേടിത്തരുന്ന കാര്യങ്ങൾക്കായി പ്രവർത്തിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഒരിക്കലും സമയം കളയുവാൻ പാടുള്ളതല്ല. പലപ്പോഴും സ്വാർത്ഥത നിങ്ങൾ പ്രകടിപ്പിക്കുന്നവരാകുന്നു. എപ്പോഴും എന്ന് പരാമർശിക്കുന്നില്ല, എന്നാൽ അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിയാകുന്ന അല്ലെങ്കിൽ നിങ്ങളെ നശിപ്പിക്കുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു. അതിനാൽ സ്വാർത്ഥത നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ധനം പലപ്പോഴും നിങ്ങളുടെ കൈവശം വന്നു ചേരും. എന്നാൽ ധനം വന്നു ചേരുന്നത് പോലെ തന്നെ പ്രാധാന്യമുണ്ട് ആ ധനം ചെലവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പലപ്പോഴും ധനം ചെലവാക്കുന്നതിൽ അപാകത ഉണ്ട് എന്നതാണ് വാസ്തവം. പെട്ടെന്ന് ധനം പിൻവലിക്കാൻ പറ്റാത്ത തരത്തിൽ അമിതമായ പണം നിക്ഷേപിക്കുന്നത് നിങ്ങൾക്ക് ഉത്തമമായി ഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധനനഷ്ടങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ, ധനപരമായ തിരിച്ചടികൾ വന്നു ചേരുവാൻ അല്ലെങ്കിൽ കാരണമായി തീരും എന്നതാണ് വാസ്തവം. അതിനാൽ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ആ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. സ്നേഹിച്ചവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്ത് നൽകുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും അവർ ചെയ്യുന്നതായ തെറ്റുകൾ അത് നിങ്ങൾ മനഃപൂർവ്വമല്ല എങ്കിൽ പോലും പലപ്പോഴും കണ്ടില്ല എന്ന് നടിക്കുന്നവരാകുന്നു. അതിനാൽ തന്നെ ഇത്തരം വ്യക്തികളാണ് ഉള്ളത് നിങ്ങൾക്കൊപ്പം ഉള്ളത് എങ്കിൽ, അവർ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ അവരിൽ നിന്നും ഒരു കൈ അകലം പാലിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. പല നഷ്ടങ്ങൾക്കും വിഷമങ്ങൾക്കും അത് കാരണമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. അത് തുടക്കത്തിലെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഉപദേശം നിങ്ങൾ നൽകുന്നതായ സമയത്ത് ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ അനുഭവത്താൽ വന്നു ചേർന്ന അറിവ് അത് അർഹിക്കുന്നത് ആരാണോ അവർക്ക് നൽകുവാൻ ശ്രമിക്കുക. അനർഹരായ വ്യക്തികൾക്ക് ആ ഉപദേശം നൽകിയതുകൊണ്ട് പ്രയോജനമില്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഹാരം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതായത് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള ചിട്ട അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിലില്ലാതെ അമിതമായ ആഹാരം, അതിനോടുള്ള ആസക്തി നിങ്ങൾക്ക് പലവിധ രോഗങ്ങൾക്കും ഭാവിയിൽ കാരണമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഭാവി ജീവിതത്തിൽ വന്നു ചേരുന്നതിനും കാരണമായി തീരും. ചില വിഷയങ്ങളിൽ മാത്രം പെട്ടെന്ന് ദേഷ്യം നിങ്ങൾക്ക് വന്നു ചേരും. അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടതായ ആ ബന്ധങ്ങൾ തകരുന്നതിനോ ഇല്ലാതാകുന്നതിനോ അത് കാരണമായി തീരും. അതിനാൽ നിങ്ങൾക്ക് അത് വിഷമഘട്ടമായി മാറും എന്നതാണ് വാസ്തവം. അതിനാൽ ദേഷ്യം പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്കത് സഹായകരമായി തീരും. ചെയ്യാൻ പോകുന്ന കാര്യം മറ്റുള്ളവരോട് നിങ്ങൾ ഒരിക്കലും പറയാൻ പാടുള്ളതല്ല. അവർ അതുപയോഗിച്ച് വലിയ നേട്ടങ്ങൾ കൊയ്യും എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിക്കേണ്ടത്, നിങ്ങൾക്കുള്ളിൽ തന്നെ നിൽക്കേണ്ടത് അനിവാര്യമാണ്. ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അവർ വളരെ വേണ്ടപ്പെട്ടവരാണ് എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ശുഭം എന്ന കാര്യവും ഓർക്കുക. അതല്ല എങ്കിൽ നിങ്ങളുടെ സൗഭാഗ്യം പോലും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പലപ്പോഴും മധ്യസ്ഥത നിങ്ങൾ വഹിക്കുന്നവരാകുന്നു. അല്ലെങ്കിൽ ഭാവിയിൽ അത്തരം സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ഈ കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. പലവിധ വാശികൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഭൂഷണമല്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി മാറും. അതിനാൽ അത്തരം കാര്യങ്ങൾ, അനാവശ്യമായ ആ വാശി പൂർണ്ണമായും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുക. പലപ്പോഴും വാക്കുകൾ നൽകും, എന്നാൽ ആ വാക്കുകൾ പാലിക്കപ്പെടുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്.
അതിനാൽ തന്നെ ഏതൊരു വ്യക്തിക്ക് വാക്ക് നൽകുമ്പോഴും ശ്രദ്ധാപൂർവം നൽകിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. നിങ്ങളുടെ വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും എന്ന കാര്യവും ഓർക്കുക. തൊഴിലുമായി ബന്ധപ്പെട്ട് പലപ്പോഴും തൃപ്തി ഉണ്ടാകണം എന്നില്ല. അത് നിങ്ങൾക്ക് വളരെ വിഷമകരമായ കാര്യമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. തൊഴിൽ മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കുക. ഭരണനക്ഷത്രക്കാർ ഞാൻ ഈ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അത് നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും പലവിധ നഷ്ടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നൽകും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക.